ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. പിന്നെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ എണീറ്റു, കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് വൈകിയിട്ടുണ്ട്. കുറച്ച് വൈകി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 11-11:30 മണിയായിട്ടുണ്ട്. അപ്പം രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ വണ്ടി കഴുകൽ, പിന്നെ പഴയ തുണികൾ ഒന്ന് കത്തിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇരുന്ന് മോന് ബുൾസയൊക്കെ കഴിക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയിരുന്ന് കഴിക്കുകയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും എത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തതാണ്. അപ്പം ഞാൻ പ്രത്യേകമായിട്ടൊന്നും കഴിക്കലില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ പുറത്തേക്ക് ഇങ്ങനെ അടുക്കളയിൽ പണിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ മുറ്റത്ത് മുളക് ചിക്കിയിട്ടുണ്ട്. ഇനി ഒരു അങ്കാണ് ഇവിടെ നടക്കാൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ മക്കൾ കയറും, 4 പാട വലിച്ചിടും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഉണങ്ങി വേണം. മുളകാണല്ലോ, അപ്പോൾ മക്കൾ കണ്ണിലൊക്കെ ആവും, അത് ശ്രദ്ധിക്കുകയും വേണം. അങ്ങനെ ഞാൻ ഇതാ അമ്മേൻ്റെ അടുത്ത് വന്ന് അമ്മയാണ് ചിക്കണത്. പിന്നെ മക്കളൊക്കെ ഇതാ ബാക്കിലാണുള്ളത്, കളിക്കുകയാണ് അവിടുന്ന്. ഇനി കിച്ചണിലേക്ക് പോകാം. കിച്ചണിൽ കുറേ പണികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തീർക്കാനുണ്ട്. രാവിലത്തെ ചായ ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ. നമുക്കിതാ മുളക് ചിക്കൻ കഴിഞ്ഞ് കുറച്ച് തിരുമ്പി ആറിയിടാണ്ടായിരുന്നു, അതൊക്കെ ആറിയിട്ട് കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ മോന് കളിക്കുന്ന സംഭവങ്ങളാട്ടോ. അവന് കളിച്ചത് അവിടെ ഇട്ടിട്ട് പോയതാണ്. അവനിപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്, തീയിടുന്നതും കണ്ടിട്ട്. പിന്നെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. കുറേ ഇങ്ങനെ കവറിൽ ഇങ്ങനെ ചെയ്യാതൊക്കെ വേണ്ടിയിട്ട് കെട്ടി വെച്ചിരുന്നു കുറച്ചൊക്കെ. അപ്പോൾ അതൊക്കെ ഒരുവിധം ഇങ്ങനെ നനവ് തട്ടിയിട്ട് ചീഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും പച്ചക്കറി വെക്കാമെന്ന് വിചാരിച്ചു. രാവിലെ കുറച്ച് മീൻകറി ഉണ്ടാക്കിയിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എനിക്ക് മസ്റ്റാട്ടോ. അപ്പോൾ പിള്ളേരെ ഭയങ്കര ഒരു ഈസി പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ വാങ്ങി വെക്കാറാണ് അധികം ചെയ്യൽ. ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി വാങ്ങിച്ച് വെക്കാറുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഇതൊക്കെ ഇനി കുറച്ച് ഉപ്പേരി വെക്കാം. പിന്നെ വെണ്ടയ്ക്ക കൊണ്ട് ഒരു കാര്യം യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്നൊക്കെ ഉമ്മ പറഞ്ഞു. അപ്പം അത് ഉമ്മയായിട്ട് ഉണ്ടാക്കുന്നത്. രാവിലെ ഒരു കഷ്ണമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് കറി വെച്ചത്. അത് കുറച്ച് തേങ്ങ അരച്ച് വെക്കുകയും ബാക്കി തേങ്ങ അരച്ച് പറ്റാത്തവർക്ക് കുറച്ച് മസാല ഇട്ട കറിയുണ്ട്. അങ്ങനെ നമ്മൾ വെണ്ടയ്ക്ക എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, ഉലുവ ഒക്കെ പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് നന്നായിട്ട് ഇത് ആദ്യം വാട്ടിയെടുത്തിട്ടിട്ട് കേട്ടോ നല്ലോണം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ടത്. വെണ്ടയ്ക്കൻ്റെ ആ മുഴുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം. പിന്നെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയല്ല ചെറിയുള്ളി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇട്ടിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അത് തിള വന്നിട്ട് നന്നായിട്ട് അതിലേക്ക് പിടിക്കണം. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ സ്റ്റക്കായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതിലിട്ടിരുന്നു കേട്ടോ. വെളിച്ചെണ്ണയിൽ ഇത് മൂപ്പിച്ചെടുക്കുമ്പോൾ, വെണ്ടയ്ക്ക മൂപ്പിച്ചെടുക്കുമ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്. തൈര് ഒഴിച്ച് സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, വെണ്ടക്ക തൈര്, അങ്ങനെ തൈര് കറി എന്നാണ് പറഞ്ഞത്. പിന്നെ ഉപ്പേരി ഉണ്ടാക്കാണ്ട്, മീൻ പൊരിക്കാണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മോന് ഇവിടുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഏകദേശം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ പുറത്തേക്കൊന്ന് നോക്കിയതാണ് വെയിലൊക്കെ എങ്ങനെയുണ്ട്, തിരുമ്പിയത് എടുത്ത് വെക്കണോ വേണ്ടേ, മഴ വരുന്നുണ്ടോ, അതൊക്കെ നോക്കി കഴിഞ്ഞു. പിന്നെ അടുക്കളത്തെ പണികളൊക്കെ ഒരു വിധം ഒതുങ്ങിക്കഴിഞ്ഞ് എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ തുടയ്ക്കുക, അടിച്ചു വാരുക, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ നന്നായിട്ട് നേരം വൈകിയിട്ടുണ്ട്. ഇനി ഇവരെ കുറേ സാധനങ്ങളുണ്ട്, അവിടെയും ഇവിടെയും വലിച്ചു വാരി അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. എന്നിട്ട് വേണം അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ. പിന്നെ തിരുമ്പാനുള്ളത് വാഷിംഗ് മെഷീനിലാണ് ഇട്ടത്. അതിലാണ് അധികം ഇടാറുള്ളത് കേട്ടോ. ടൈം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇടയ്ക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് പുറത്തുനിന്ന് വന്ന് നോക്കിയാണ്. അപ്പം മുളകൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. വെയിൽ വരുമ്പോൾ അങ്ങോട്ടും നീക്കി കൊടുക്കുകയാണ്. ഇനി എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് പണികളുണ്ട്, കുളിയുണ്ട്.
അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം, അങ്ങനത്തെ ഒരുപാട് പണിയുണ്ട്. അപ്പം മുകളിലേക്ക് 2 ആൾക്കാർ ഉറങ്ങാൻ പോയിട്ടുണ്ട്, അവരൊന്ന് പോയി നോക്കാം നമുക്ക്. അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. എൻ്റെ ചെറിയൊരു ഒരു ഡേ എന്ന് പറയാം. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഉറക്കം വന്നിട്ട് ആരാ ഉറങ്ങിയെന്ന് കണ്ടല്ലോ.